അച്ചു, അവൾക്ക് എന്തെങ്കിലും പറ്റി കാണുമോ? കണ്ണൻ നെറ്റി തടവിക്കൊണ്ട് ആലോചിച്ചു. എന്താ മോനെ, വയ്യേ? ഏയ് ഇല്ലമ്മേ, കുഴപ്പമില്ല. അവൻ വിളറിയൊരു ചിരിയോടെ മറുപടി പറഞ്ഞു. ഡാ, നീ ടെൻഷനാവാതെ, തരുൺ അവനെ മാറ്റി നിർത്തി പറഞ്ഞു. അവർ മാറി നിൽക്കുന്നത് കണ്ട് രാഹുലും ആദിയും അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദി ചോദിച്ചു. തരുൺ അവരോട് തൻ്റെ സംശയം പറഞ്ഞു. ആദി കുറച്ചു നേരം നിശബ്ദനായി. ഇതവർ നമ്മൾക്കെതിരെ വിരിച്ച വലയാണല്ലോ കണ്ണ. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ വലയിൽ വീണുപോയി. എടാ, ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നീ ആദ്യം അച്ചുവിനെ ഒന്ന് വിളിക്ക്, എന്നിട്ട് തീരുമാനിക്കാം നമുക്ക്. കണ്ണൻ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ഫോണെടുത്ത് അച്ചുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. എന്നാൽ അത് സ്വിച്ച് ഓഫ് എന്നാണ് കാണിച്ചത്. അവൻ നിസ്സഹായതയോടെ അവരെ നോക്കി. എനിക്കറിയാം പേടിച്ചിട്ട് കാര്യമില്ലെന്ന്. അവരെ നമുക്കിട്ട് പണിഞ്ഞതാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. പക്ഷേ എൻ്റെ അച്ചുവിന് വല്ലതും ചെയ്തു കാണുമോ അവർ? ഒരു വെപ്രാളം പോലെ. അതേ പേടി തന്നെയായിരുന്നു ബാക്കിയുള്ളവർക്കും, പ്രത്യേകിച്ച് തരുണിന്. നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ തോന്നുമായിരുന്നു തരുണിന്. ഓരോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും വേണിയുടെ കണ്ണുകൾ കണ്ണൻ്റെ മേലെയായിരുന്നു. അവനെന്തോ വിഷമമുള്ളതായി അവൾക്ക് മനസ്സിലായി. കണ്ണൻ അപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന വേണിയെ കാണുന്നത്. എന്താ പ്രശ്നമെന്ന് അവൾ കണ്ണുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവനും ഒരു ചിരിയോടെ കാണിച്ചു. അപ്പോഴാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ കോൾ വന്നത്. അച്ചുവിൻ്റെ നമ്പറിൽ നിന്നാണല്ലോ. കണ്ണൻ അത് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ഏട്ടാ. മോളെ അച്ചു, എവിടെയാടാ നീ? ഏട്ടാ, ഇവരെന്നെ. പിന്നെ അച്ചുവിൻ്റെ ശബ്ദം കേട്ടില്ല. അല്പനേരത്ത് അപ്പുറത്ത് നിശബ്ദയായിരുന്നു. അച്ചു മോളെ, എന്താ പറ്റിയേ? അടങ്ങ് അനുരാഗേ, നിന്റെ പെങ്ങൾക്ക് തൽക്കാലം ഒന്നും പറ്റിയില്ല. പക്ഷേ ഞാൻ വിചാരിച്ച ഇവിടെ വല്ലതുമൊക്കെ നടക്കും കേട്ടോ. രഞ്ജിത്ത്. ആഹാ, എൻ്റെ ശബ്ദം നിനക്ക് ഇത്ര വേഗം മനസ്സിലായോ? രഞ്ജിത്ത്, എൻ്റെ പെങ്ങൾക്ക് വല്ലതും പറ്റിയാൽ പിന്നെ നീ ഈ ഭൂമി ലോകത്ത് ഉണ്ടാവില്ല, അനുരാഗാണ് പറയുന്നത്. അവൻ്റെ ചിരി കേട്ടതും കണ്ണൻ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ചോദിച്ചു. എന്താ നിന്റെ ഉദ്ദേശം? നിനക്കെന്താ വേണ്ടത്? അങ്ങനെ ചോദിക്ക്. കൃഷ്ണവേണി, അവളെയാണ് എനിക്ക് വേണ്ടത്. എന്നെയും എൻ്റെ അച്ഛനെയും നാണം കെടുത്തിക്കൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങി നിൻ്റെ ഒപ്പം വന്ന് പൊറുക്കുന്ന കൃഷ്ണവേണിയാണ് എനിക്ക് വേണ്ടത്. നോ, നീ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എൻ്റെ കൃഷ്ണയെ ഞാൻ നിനക്ക് വിട്ടുതരില്ല രഞ്ജിത്ത്. നിന്റെ പെങ്ങളെ കൊന്നാലും നീ ഇത് തന്നെ പറയുമോ അനുരാഗ്? എൻ്റെ അച്ചുവിന് എന്തെങ്കിലും പറ്റിയാൽ നീ എന്ത് ചെയ്യും അനുരാഗ്? ഒന്നും ചെയ്യാനാവില്ല നിനക്ക്. നിന്റെ പെങ്ങളുടെ ജീവനറ്റ ശരീരം നിനക്ക് കാണണ്ടായെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് മുൻപ് കൃഷ്ണവേണി എൻ്റെ മുൻപിൽ ഉണ്ടായിരിക്കണം. പിന്നെ സ്ഥിരം ക്ലീശെ പോലെ നായികയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്ന ഹീറോയെ പോലെ നീ വരണം എന്നില്ല. അവൾ ഒറ്റയ്ക്ക് എൻ്റെ മുൻപിൽ വരണം. അവളെ നീ മറന്നേക്ക് അനുരാഗ്. അവൾ എൻ്റെയാ. ഭ്രാന്താടോ എനിക്കവൾ. ഞാൻ മതി അവളുടെ അവകാശിയായി. അപ്പം ശരി അനുരാഗ്, എന്തെങ്കിലും കുതന്ത്രങ്ങൾ മെനയാനാണ് നിന്റെ പ്ലാനെങ്കിൽ പെങ്ങൾ എൻ്റെ ഒപ്പമാണെന്ന് ഓർത്തോണം. രഞ്ജിത്ത് ഫോൺ വെച്ച് കഴിഞ്ഞതും കണ്ണൻ കണ്ണുകൾ ഇറുക്കെ അടച്ചു നിന്നു. ഒരു വശത്ത് തൻ്റെ രക്തം, തൻ്റെ കൂടെ പിറപ്പ് അച്ചു, മറുവശത്ത് തൻ്റെ പ്രാണനും ജീവനും ജീവിതവുമായി കൃഷ്ണ. അവൻ ആരോടും ഒന്നും തന്നെ പറഞ്ഞില്ല. നേരെ ഉമ്മറത്തേക്ക് ചെന്ന് സോപാനത്തിലിരുന്നു. പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴും ഇനി എന്ത് എന്ന ചിന്തയായിരുന്നു അവൻ്റെ ഉള്ളിൽ. അച്ചുവിനെ അവർ തട്ടിക്കൊണ്ടുപോയി എന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ അവൻ അവിടെ ഇരുന്നു. ഉമ്മറത്തേക്ക് വന്ന വേണി കാണുന്നത് പുറത്തേക്ക് നോക്കി എന്തോ ആലോചനയോടെ ഇരിക്കുന്ന കണ്ണനെയാണ്. അവൻ്റെ മനസ്സ് ഇവിടെയൊന്നുമല്ലെന്ന് തോന്നി അവൾക്ക്. വേണി അവൻ്റെ അടുത്ത് പോയി നിന്ന് കൊണ്ട് തലമുടിയിൽ തലോടി. കണ്ണൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് ഇരു കൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ച് അവളുടെ ദേഹത്തേക്ക് തലചായ്ച്ചിരുന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു. അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. വേണി കണ്ണൻ്റെ തലയിൽ തലോടി നിന്നു. അപ്പോൾ ആ സമയത്ത് കണ്ണന് ആവശ്യം വേണിയുടെ ആ തലോടലായിരുന്നു. അല്പനേരം കൂടി പിന്നിട്ടു. കണ്ണേട്ടാ. എന്താ കൃഷ്ണ? എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. എന്നോട് പറയാൻ പറ്റില്ലേ? അവൾ കണ്ണൻ്റെ നെറുകയിലേക്ക് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ചോദിച്ചു. അവൻ കണ്ണു തുറന്ന് അവളെ തൻ്റെ അടുത്തേക്ക് നിർത്തി. ഞാനൊരു കാര്യം ചോദിച്ചാൽ കൃഷ്ണ സത്യം പറയുമോ? ചോദിക്ക്. ഇപ്പം കൃഷ്ണയ്ക്ക് ഒരേട്ടനുണ്ടായിരുന്നു എന്ന് വിചാരിക്ക്. എൻ്റെയും നിൻ്റെയും വിവാഹം കഴിഞ്ഞു. ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടാകുന്നു. നിനക്കൊരാളെ ചൂസ് ചെയ്യാനേ പറ്റൂ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ നിൻ്റെ ഏട്ടൻ. അപ്പോൾ കൃഷ്ണ ആരെ ചൂസ് ചെയ്യും? കണ്ണൻ ചോദിച്ചു. വേണി കുറച്ചു നേരം ആലോചിച്ചു. കണ്ണേട്ടനിപ്പോൾ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും എന്നെങ്കിലും എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ
എനിക്ക് രണ്ടാളെയും തള്ളിക്കളയാനാവില്ല. അതേപോലെ രണ്ടുപേരിൽ ഒരാളെ ചൂസ് ചെയ്യാനും ആവില്ല. പിന്നെ എന്തു ചെയ്യും നീ? അപ്പോൾ എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യും. അവളുടെ മറുപടി കേട്ട് അവൻ ചിരിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. ഏട്ടാ, ഇനിയെങ്കിലും പറയ്, എന്താ പ്രശ്നം? അവളെ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു പ്രശ്നമുണ്ട് കൃഷ്ണ. അച്ചു അവളെ രഞ്ജിത്തും ബാലഗോപാലും തട്ടിക്കൊണ്ടുപോയി. അവളിപ്പോൾ അവരുടെ കസ്റ്റഡിയിലാണ്. നാളെ രാവിലെ 10 മണിക്ക് മുൻപ് നീ അവൻ്റെ മുന്നിൽ ചെന്നില്ലെങ്കിൽ അച്ചുവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താൻ അവൻ വിളിച്ചിരുന്നു കുറച്ചു മുൻപ്. കണ്ണൻ വേണിയുടെ കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ ഏട്ടാ, അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ ഞാൻ കാരണം? എൻ്റെ ഭഗവാനെ, എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. വേണി തേങ്ങലോട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. തൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന സങ്കടങ്ങൾ ഓരോ തുള്ളി കണ്ണീരായി വേണിയുടെ നെറുകയിലേക്ക് പതിക്കുന്നത് കണ്ണനറിഞ്ഞു. അവൾക്കോ നിനക്ക് ഒരു പ്രശ്നമുണ്ടാകാൻ ഞാൻ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ പെണ്ണെ നിനക്ക്? ഒന്നും സംഭവിക്കില്ല. ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നീ സമാധാനപ്പെട്. കണ്ണാ, അകത്തു നിന്നും അമ്മ വിളിക്കുന്നത് കേട്ട് വേണി കണ്ണൻ്റെ നെഞ്ചിൽ നിന്നും അകന്നു മാറി. പെണ്ണെ, കണ്ണു തുടച്ചേ. തൽക്കാലം അച്ഛനും അമ്മയും ഒന്നും അറിയണ്ട. അച്ചുവിനൊന്നും പറ്റില്ലെന്നേ അവളെ ഏട്ടനല്ലേ പറയുന്നേ. വേണിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവർ രണ്ടാളും അകത്തേക്ക് കയറി. എന്താ അമ്മേ? കണ്ണൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. മോനെ, അച്ചു രാവിലെ ഇറങ്ങിയതല്ലേ, ഇതുവരെ ആയും എത്തിയില്ലല്ലോ. അവൾ ഇതിലും ലേറ്റായി വന്നിട്ടുണ്ടെങ്കിലും സാധാരണ വിളിച്ചു പറയാറുണ്ട്. ഇതിപ്പോൾ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അമ്മയ്ക്കെന്തോ ഒരു പേടി. അമ്മ പേടിക്കണ്ടെന്നേ, അവളുടെ ഫോണ് ചാർജ് തീർന്നു. കുറച്ചു മുൻപ് അവൾ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നും എന്നെ വിളിച്ചിരുന്നു. ആ കൂട്ടുകാരി കൊച്ചിനും വീട്ടുകാർക്കുമൊന്ന് ഒരേ നിർബന്ധം, അച്ചു ഇന്ന് അവിടെ സ്റ്റേ ചെയ്യണമെന്ന്. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവൾ സമ്മതിച്ചു. ഇപ്പം അത് എന്നെ വിളിച്ചു പറഞ്ഞു, നാളെ ഇങ്ങെത്തും അവൾ. കണ്ണൻ പറഞ്ഞത് കേട്ട് തരുണും രാഹുലും ആദിയും വേണിയും ദയനീയമായി അവനെ നോക്കി. ഓ, അത്രേ ഉള്ളൂ അല്ലേ? ഞാൻ വെറുതെ പേടിച്ചു. ഞാൻ അന്നേരമേ അയാളോട് പറഞ്ഞതല്ലേ അവൾ എവിടെ പോകാനാണെന്ന്. നിനക്കല്ലായിരുന്നോ ടെൻഷൻ? അച്ഛൻ അമ്മയുടെ കയ്യിൽ ചെറുതായി കൊട്ടിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അമ്മ പിണങ്ങിയതുപോലെ മുഖം തിരിച്ച് അടുക്കളയിലേക്ക് നടന്നു. ഓ, അയാൾ പിണങ്ങിയെന്ന് തോന്നുന്നേ. ഞാനൊന്ന് പോയി പിണക്കം മാറ്റിയിട്ട് വരാൻ പിള്ളാരേ. അത് പറഞ്ഞ് അച്ഛൻ ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. അമ്മ എവിടെയല്ലി? വേണി അല്ലിയോട് ചോദിച്ചു. ആൻറ്റിയും മുത്തശ്ശിയും കൂടി മുത്തശ്ശിയുടെ റൂമിലിരുന്ന് സംസാരമാണ് വേണി. നമുക്ക് പുറത്തിരിക്കാം, വാ. കണ്ണൻ അത് പറഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് നടന്നു. അവൻ്റെ പുറകെ ബാക്കിയുള്ളവരും പുറത്തുള്ള സോപാനത്തിൽ അവിടേക്ക് പോയിരുന്നു. ആരൊന്നും മിണ്ടാതെ എന്തൊക്കെയോ ആലോചനയിലാണ്. അല്ലിക്കെല്ലാം കൂടി കണ്ടിട്ട് സംശയമായി. എന്തെല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിരിക്കുന്നേ? എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? വേണിയുടെ അമ്മ അവനാണ് രഞ്ജിത്തിനെയും ഓർത്താണോ? അല്ലി എല്ലാവരെയും നോക്കി ചോദിച്ചു. അത് കേട്ട് രാഹുൽ അവളുടെ അടുത്തേക്ക് പോയിരുന്നു കൊണ്ട് സംഭവിച്ചതെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് എന്ത് പറയണമെന്നറിയാതെ ഇരുന്നു അല്ലി. എന്താ ഇപ്പം ചെയ്യാൻ പറ്റുക? അവൾ ചോദിച്ചതും വേണി അവളെ നോക്കി. എന്നിട്ട് എന്തോ ഓർത്തെന്ന പോലെ പറഞ്ഞു. ഞാൻ പോകാം. രഞ്ജു പറഞ്ഞതുപോലെ രാവിലെ ഞാൻ പോകാം അവരുടെ മുൻപിലേക്ക്. കണ്ണൻ അവളുടെ മുഖത്തേക്ക് നോക്കി. വേണ്ടടാ, എൻ്റെ അനിയത്തിക്ക് വേണ്ടി നീ അവരുടെ മുൻപിൽ പെടേണ്ട. അത് കേട്ടതും വേണി നിറകണ്ണുകളോടെ അവനെ നോക്കി. ഏട്ടൻ്റെ അനിയത്തിയോ? അപ്പോൾ അച്ചു എൻ്റെ ആരും അല്ലേ ഏട്ടാ? അത് കേട്ടതും അബദ്ധം പറ്റിയതുപോലെ കണ്ണൻ സ്വയം നെറ്റിയിൽ അടിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. പെണ്ണെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അവൾ നിൻ്റെയും അനിയത്തിയല്ലേ? എൻ്റെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, അനിയത്തി അവരൊക്കെ നിൻ്റേതും അല്ലേ? അതുപോലെ നിൻ്റെ അമ്മ എൻ്റെയും അമ്മയല്ലടാ. നിങ്ങളിൽ ഒരാളെ ചൂസ് ചെയ്യാൻ എനിക്കാവില്ലടാ. അതുപോലെ തന്നെ നിങ്ങളിൽ ഒരാളെ നഷ്ടപ്പെടുത്താനും എനിക്കാവില്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. കണ്ണൻ വേണിയുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചതും അവളൊന്ന് മൂളി. തരുണിൻ്റെ ഫോണിലേക്ക് അപ്പോഴാണ് ഒരു മെയിൽ വന്നത്. അവനത് ഓപ്പണാക്കി നോക്കി. സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. താൻ ഏറെ നാളായി കാത്തിരിക്കുന്നൊരു വാർത്ത. എന്നാലിപ്പോൾ മനസ്സ് തുറന്ന് സന്തോഷിക്കാനും തനിക്കാവുന്നില്ല. അവൻ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. അവൻ്റെ മനസ്സിലേക്ക് അച്ചുവുമായുള്ള ഓരോ നിമിഷങ്ങളും ഓർമ്മ വന്നു. അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന് ആലോചിക്കാൻ പോലും തന്നെ കൊണ്ടാകുന്നില്ല. അവളില്ലാതെ ഇനി പറ്റില്ല എന്നൊരു തോന്നൽ. ഇല്ല പെണ്ണെ, നിന്നെ ഒന്ന് തൊടാൻ പോലും രഞ്ജിത്തിനാവില്ല. സമ്മതിക്കില്ല ഞാൻ. തരുൺ കണ്ണു തുറന്ന് ആദിയെ നോക്കി. ആദി, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ലൊക്കേഷൻ്റെ കാര്യത്തിൽ? ഒരു 5 മിനിറ്റ്സ് കൂടെടാ. അവൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് കിട്ടും. രഞ്ജിത്തിൻ്റെ ലൊക്കേഷൻ അറിയാനുള്ള ശ്രമത്തിലാണ് ആദി. സൈബർ സെല്ലിലുള്ള ആളോട് അവനത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു.
കണ്ണ കിട്ടി. വേണിയുടെ തറവാടിന് അവിടെ തന്നെയാണ് അച്ചുവിൻ്റെയും രഞ്ജിത്തിൻ്റെയും ബാലഗോപാലിൻ്റെയും ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. അതിനർത്ഥം അവർ ആ തറവാട് വിട്ടു പോയിട്ടില്ല. വേണി, അവിടെ അടുത്തെങ്ങാനും അവർക്ക് വേറെ പ്രോപ്പർട്ടി ഉള്ളതായിട്ട് നിനക്കറിയാമോ? ഇല്ല, എൻ്റെ അറിവിൽ വേറെ പ്രോപ്പർട്ടി ഒന്നുമില്ല. മുത്തശ്ശി എൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി നോക്കുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ രഞ്ജുവാണ്, അതിവിടെ അല്ല, വേണി പറഞ്ഞു. ആ പ്രോപ്പർട്ടിയുടെ ആധാരവും മറ്റുമാണ് അമ്മായി അന്നിവിടെ വന്നപ്പോൾ എനിക്ക് തന്നത്. അതുമാത്രമല്ല, ആ തറവാടും വേണിയുടെ പേരിലാണ്. അല്ല, അമ്മായി തറവാട്ടിലുള്ളപ്പോൾ അച്ചുവിനെ അവർ അവിടേക്ക് കൊണ്ടുപോകുമോ? വേണിയാണത് ചോദിച്ചത്. അത് ശരിയാണല്ലോ, അമ്മായിയുടെ ഫോൺ ലൊക്കേഷൻ കൂടി ഒന്ന് നോക്കടാ. ആടാ. ആദ്യം ഫോണിൽ നോക്കി അവർക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലൊക്കേഷൻ മെസ്സേജ് വന്നു. അമ്മായിയുടെയും ഫോൺ ടവർ ലൊക്കേഷൻ അവിടെയാണ് കാണിക്കുന്നത്. ബട്ട് അത് കുറച്ചധികം സമയമായി സ്വിച്ച് ഓഫ് ആണല്ലോ. അമ്മായി ഇടയ്ക്ക് ഫോൺ ഓഫാക്കി വെക്കാറുണ്ട്, അതായിരിക്കും. അപ്പോൾ ലൊക്കേഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി നമ്മൾ കാത്തിരിക്കണോ? പോയാലോ? ആദ്യം എല്ലാവരെയും നോക്കി ചോദിച്ചു. വേണിയും അല്ലിയും തമ്മിൽ നോക്കി. അവർക്ക് അവരുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലായില്ല. അത് കണ്ട് കണ്ണൻ പറഞ്ഞു, ഞങ്ങൾ വെച്ച് താമസിക്കുന്നില്ല. ആദ്യം പ്രദീപിൻ്റെ അടുത്തേക്ക് പോകുവാണ്. അവിടെ നിന്ന് അവനെ പൊക്കണം. എല്ലാം അമ്മ പറഞ്ഞറിഞ്ഞ കാര്യങ്ങളാണെങ്കിലും അവൻ്റെ വായിൽ നിന്ന് തന്നെ പലതും കേൾക്കണം. കേസിന് ഉപകാരപ്പെടും. അതിനുശേഷം രഞ്ജിത്ത് പറഞ്ഞതുപോലെ അവൻ്റെ അടുത്തേക്ക് തന്നെ പോകുവാണ്. പക്ഷേ കുറച്ച് നേരത്തെയാണെന്ന് മാത്രം. വേണിയും അല്ലിയും ഒരു നെടുവേർപ്പോടെ തലകുലുക്കി. കണ്ണേട്ട, ഞാനും കൂടി വരട്ടെ? വേണി കണ്ണൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ടടാ, നീ കൂടെ വന്നാ അത് ശരിയാവില്ല. പേടിക്കണ്ടടോ, അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒന്നും അറിയരുത്. പിന്നെ നാളെ അച്ചുവിനെയും കൊണ്ട് ഞാൻ തിരികെ വരൂ. കൂടെ അമ്മായിയും കാണും. ബാലഗോപാലിൻ്റെയും രഞ്ജിത്തിൻ്റെയും കാര്യത്തിൽ ഇന്നുകൊണ്ട് തീരുമാനമാക്കും. ഇനി അമ്മായി അവിടെ നിരകിച്ചു നിൽക്കേണ്ടി വരില്ല. പെണ്ണകത്തേക്ക് കയറിക്കോ, ഞാൻ പോട്ടെ. കണ്ണൻ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. പോയിട്ട് വരാമെന്ന് പറ. അവൾ തിരുത്തി. അത് കേട്ട് അവൻ ചിരിച്ചു. ഓ പെണ്ണെ, പോയിട്ട് വരാം. സൂക്ഷിക്കണേ കണ്ണേട്ട. അവൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതും കണ്ണൻ പുഞ്ചിരിയോടെ അവളെ കണ്ണടച്ച് കാണിച്ചു. എന്നിട്ട് രാഹുലിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെ അവനും അല്ലിയും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. രശ്മി വിവരമറിഞ്ഞിട്ട് ഇടയ്ക്ക് ആദിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വേണിയുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിലും രാത്രിയായ കാരണം വേണ്ട എന്ന തീരുമാനത്തിലാണ്. തരുണും ആദിയും കണ്ണനും രാഹുലും കൂടി കാറിൽ കയറി. പ്രദീപിൻ്റെ അടുത്തേക്ക് പോകുവാണെന്ന് മാത്രം അച്ഛനും അമ്മയ്ക്കുമൊക്കെ അറിയാം. തരുണെ, നീ ഞങ്ങൾക്കൊപ്പം ഉള്ള ആളാണെന്ന് അവർക്കറിയില്ല എന്നത് ഉറപ്പാണോ നിനക്ക്? ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ കണ്ണൻ ചോദിച്ചു. അതേടാ, ഇന്നുകൂടി അച്ഛൻ ബാലഗോപാലിനെ വിളിച്ചതേ ഉള്ളൂ. അയാൾക്ക് സംശയമൊന്നുമില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ എന്തായാലും അച്ഛനൊന്ന് വിളിക്കട്ടെ? തരുൺ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു. അച്ഛന് ബുദ്ധിമുട്ടില്ലെങ്കിൽ വേണിയുടെ തറവാടിനടുത്ത് വരാൻ പറയടാ. ഏയ്, അച്ഛനെന്ത് ബുദ്ധിമുട്ട്? അച്ഛൻ്റെ മുൻപിൽ വെച്ച് ബാലഗോപാലിന് 2 കിട്ടുവാണെങ്കിൽ അച്ഛനത് സന്തോഷമേ ഉള്ളൂ. തരുൺ പറഞ്ഞത് കേട്ട് അവർ ചിരിച്ചു. ആദ്യം ഓഫീസേഴ്സിനെ വിളിച്ച് പ്രദീപ് ഉള്ളിടത്തേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും കണ്ണൻ്റെ കണ്ണുകൾ തരുണിന് മേലെയായിരുന്നു. അച്ചുവിൻ്റെ വിവരമറിഞ്ഞപ്പോൾ മുതൽ അവൻ എത്രമാത്രം ഡിസ്റ്റർബാണെന്ന് കണ്ണൻ മനസ്സിലാക്കിയതാണ്. എല്ലാം ഒന്ന് ഒതുങ്ങുമ്പോൾ അവനോട് സംസാരിക്കണം, കണ്ണൻ ആലോചിച്ചു. പ്രദീപിനെ പൂട്ടിയിരിക്കുന്നതിന് കണ്ണൻ്റെ കാർ എത്തുമ്പോൾ ആദ്യം പറഞ്ഞത് പ്രകാരം പോലീസ് ജീപ്പ് ആ ഗോഡൌണിന് മുന്നിൽ ഉണ്ടായിരുന്നു. കണ്ണ, പ്രദീപിന് ആവശ്യത്തിനുള്ളത് നമ്മൾ കൊടുത്തതാണ്. ഇനി അവൻ്റെ കാര്യം പോലീസ് നോക്കിക്കോളും. അവനെ കൊണ്ട് പോലീസ് പറയിച്ചോളും. നമ്മുടെ ലക്ഷ്യം ബാലഗോപാലിനും രഞ്ജിത്തുമാണ്. അതോർത്താൽ മതി നമ്മൾ. ആദ്യ കണ്ണൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും കണ്ണനൊന്ന് അമർത്തി മൂളി. സർ. ആദ്യ കാറിൽ നിന്നും ഇറങ്ങി ജീപ്പിൻ്റെ മുൻപിലെത്തിയതും അവിടെ വന്നിരുന്ന 2 SI ഓഫീസർ ആദിക്ക് സല്യൂട്ട് ചെയ്തു. ആദ്യ തിരിച്ചും. അവൻ കണ്ണനെയും മറ്റുള്ളവരെയും അവർക്ക് പരിചയപ്പെടുത്തി. രാഹുൽ മുന്നോട്ട് പോയി ആ ഗോഡൌൺ തുറന്നു. പ്രദീപിന് കാവൽ നിന്നവരോട് പൊയ്ക്കൊള്ളാൻ നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു. ചെയറിൽ കാലും കൈയും ബന്ധിച്ച നിലയിലായിരുന്നു പ്രദീപ്. മുഖത്തങ്ങിങ്ങായി കണ്ണൻ്റെ കൈപ്പാടുണ്ട്. ആരോ വന്നതറിഞ്ഞ അയാൾ കണ്ണുകൾ എങ്ങനെയോ വലിച്ചു തുറന്ന് മുന്നോട്ട് നോക്കി. കണ്ണൻ്റെയും മറ്റുള്ളവരുടെയും ഒപ്പം നിൽക്കുന്ന പോലീസിനെ കണ്ടവൻ ഉമിനീറിറക്കി. ടേക്ക് ഹിം. അവൻ്റെ വായിൽ നിന്നും എങ്ങനെ സത്യം പുറത്തു വരണമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ആദ്യ കൂടി നിൽക്കുന്ന SI നോക്കി ചോദിച്ചു. യെസ് സർ, ഞങ്ങൾ സത്യം പറയിപ്പിച്ചോളാം. ഓക്കെ, റെക്കോർഡ് ചെയ്തിരിക്കണം എല്ലാം. ആദ്യ പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് അയാളെ കെട്ടിയിരുന്ന കയറ് അഴിച്ചു. കയ്യിൽ വിലങ്ങിട്ടു. അയാൾ എഴുന്നേറ്റ് കണ്ണൻ്റെ മുന്നിൽ വന്നു. അയാളുടെ തല താഴ്ന്നിരുന്നു.
അപ്പോൾ പോകുമല്ലോ പ്രദീപേ. ഞാൻ നിനക്ക് തന്നതൊക്കെ കുറഞ്ഞു പോയതുപോലെ തോന്നുന്നുണ്ട് എനിക്ക്. എൻ്റെ പെണ്ണിനെയും കുടുംബത്തിൻ്റെയും നീയൊക്കെ ഉപദ്രവിച്ചത് നോക്കിയാൽ ഇതൊന്നും ഒന്നുമല്ല എനിക്കറിയാം. പക്ഷേ എൻ്റെ പെങ്ങൾ നിന്റെ രഞ്ജിത്തിൻ്റെ അടുത്തായി പോയി. അവനും അവൻ്റെ അച്ഛനുമുള്ളത് ഞാൻ വയറു നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ശിഷ്ടകാലം അഴിയണ്ണി ജീവിക്കാനുള്ള വകുപ്പൊക്കെ നീയായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ശരി, ഇനി കോടതിയിൽ കാണാം. അത് പറഞ്ഞ് കണ്ണൻ കയ്യും കെട്ടി നിന്നു, ഒരു ചിരിയോടെ മറ്റുള്ളവരും. അവിടെ നിന്ന് അവർ നേരെ പോയത് വേണിയുടെ തറവാട്ടിലേക്കാണ്. വാതിലെല്ലാം അടഞ്ഞാണ് കിടക്കുന്നത്. മുറ്റത്തൊരു ലൈറ്റ് മാത്രം ഇട്ടിട്ടുണ്ട്. തൽക്കാലം 2 SIയും ഡ്രൈവറും പ്രദീപിനൊപ്പം ജീപ്പിൻ്റെ അടുത്ത് തന്നെ നിന്നു. കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം, അപ്പം നിങ്ങൾ അകത്തേക്ക് വന്നാൽ മതി. ആദ്യം ഓഫീസേഴ്സിനോട് പറഞ്ഞു. വേണിയെ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാവുന്നത് കൊണ്ട് മറുത്തൊന്നും പറയാതെ അവർ സമ്മതിച്ചു. കണ്ണൻ പറഞ്ഞതിന് പ്രകാരം ആദ്യം തരുണാണ് ഡോറ് തട്ടിയത്. കണ്ണനും മറ്റുള്ളവരും മാറി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് വന്ന് വാതിൽ തുറന്നു. തരുണിനെ മുൻപ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ രഞ്ജിത്ത് അവനെ സംശയത്തോടെ നോക്കി നിന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും ബാലഗോപാൽ മുന്നിലേക്ക് വരുന്നത്. ആ മോനായിരുന്നോ? വാ അകത്തേക്ക്. അച്ഛനൊപ്പം ഇല്ലേ? അയാൾ അകത്തേക്ക് കയറി തരുണിൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും വാതിലിൽ നിന്ന് മറ്റൊരു ശബ്ദം കേട്ടു. അച്ഛനില്ല, ഞങ്ങളൊപ്പം ഉണ്ട്. കണ്ണനായിരുന്നു അത്. രഞ്ജിത്തും ബാലഗോപാലും പകപ്പോടെ കണ്ണനെയും തരുണിനെയും ആദിയെയും രാഹുലിനെയും നോക്കി. അവർ അപ്പോഴേക്കും രഞ്ജിത്തിനെ തട്ടിമാറ്റി അകത്തേക്ക് കയറിയിരുന്നു. നീ എങ്ങനെ തരുണിനൊപ്പം? പകപ്പ് വിട്ടുമാറാതെ ബാലഗോപാൽ ചോദിച്ചു. അത് കേട്ട് കണ്ണനൊന്ന് ചിരിച്ചു. തരുൺ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അമ്മാവ. ഓ, കൂടെ നിന്ന് ചതിക്കുമായിരുന്നു അല്ലേടാ? അതെന്താടോ, നിങ്ങൾ അച്ഛനും മോനും മാത്രമേ മറ്റുള്ളവരെ ചതിക്കാൻ പാടുള്ളൂ. നീയൊക്കെ എത്ര പേരെ ഇങ്ങനെ കൂടെ നിന്ന് ചതിച്ചതാ? വേണിയുടെ അമ്മയെ, അച്ഛനെ, മുത്തശ്ശിയെ, വേണിയുടെ അമ്മായിയെ. എന്തിന്? എൻ്റെ അച്ഛൻ്റെ ഉറ്റ സുഹൃത്തായി നടന്നിട്ട് ആ മനുഷ്യനെ വരെ നീ ചതിച്ചില്ലേ? തരുണാണത് ചോദിച്ചത്. അതേടാ, ചതിയന ഞാൻ. എനിക്കാവശ്യമുള്ളത് ആരെ ചതിച്ചിട്ടാണെങ്കിലും ഏത് വഴിയിലൂടെ ആണെങ്കിലും ഞാൻ നേടിയിരിക്കും. പിന്നെ വേണിയുടെ അമ്മയെയും അച്ഛനെയും ഒക്കെ ചതിച്ച കഥകൾ നീ പറഞ്ഞല്ലോ. അതേടാ, അതും എൻ്റെ ചതിയായിരുന്നു. ജാനകി അവളൊരു അപ്സരസ് തന്നെയായിരുന്നു. അവളെവിടേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്നപ്പോൾ മുതൽ നോട്ടമിട്ടതാ ഞാൻ അവളെ. ഒരവസരത്തിനായി നോക്കി നടക്കുമായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ മുത്തശ്ശി ഉണ്ടല്ലോ, ആ സ്ത്രീ എൻ്റെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കി. എനിക്ക് കിട്ടേണ്ട സ്വത്തൊക്കെ അളിയൻ്റെയും ജാനകിയുടെയും വേണിയുടെയും എൻ്റെ പെണ്ണും പിള്ളയുടെയും പേരിൽ എഴുതി വെച്ചു. അത് നോക്കി നിൽക്കണോ ഞാൻ? എൻ്റെ ബിസിനസ് തകരുകയും ചെയ്തു. അളിയൻ്റെ ബിസിനസ്സിലൊക്കെ വെച്ചടി കയറ്റം മാത്രം. ആദ്യം അളിയനെ കൊല്ലണം, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് പ്രദീപിനെ ഞാൻ എൻ്റെ വശത്താക്കിയത്. അവൻ്റെ സഹായത്തോടെ അളിയനെ ഞാൻ പരലോകത്തേക്ക് എത്തിച്ചു. പക്ഷെ ജാനകി, അവളെ കൊല്ലാൻ എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് അവളെ അനുഭവിക്കണമായിരുന്നു. അതുകൊണ്ടാണ് അവളെ ഞാൻ കൊല്ലാതെ വിട്ടത്. പക്ഷേ ആ കാരാഗ്രഹത്തിൽ നിന്നും അവൾ രക്ഷപ്പെടുമെന്ന്, നീയൊക്കെ കൂടി രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും നിന്റെ പെങ്ങള് ഇവിടെ ജീവനോടെ ഉണ്ടല്ലോ. വേണിയെ ഇവിടെ കൊണ്ടുവന്ന അവളെ നിനക്ക് കൊണ്ടുപോകാം. ആദി, അമ്മാവൻ പറഞ്ഞതെല്ലാം റെക്കോർഡാണല്ലോ അല്ലേ? കണ്ണൻ വീണ്ടും ഒരു ഊന്നലോടെ ചോദിച്ചു. അതെ കണ്ണ, ആദി പറഞ്ഞു. അത് കേട്ടതും കണ്ണൻ അയാളെ നോക്കി. ഇപ്പോഴും ഒരു അഹങ്കാരം നിറഞ്ഞ ചിരിയുമായി നിൽക്കുവാണ് ഗോപാൽ. ഞാൻ എൻ്റെ പെങ്ങളെ കൊണ്ട് പോകാൻ തന്നെയാണ് വന്നത്. അവളെ മാത്രമല്ല, അമ്മായിയെയും. ഇനിയും ആ സ്ത്രീ ഇവിടെ കിടന്ന് നരകിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ണൻ പറഞ്ഞത് കേട്ട് അയാളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ഇനി അവൾക്ക് നരകിക്കേണ്ടി വരില്ലടാ. വേദനയും ദുരിതവും ദുഃഖങ്ങളും ഇല്ലാത്ത ലോകത്തേക്ക് ഞാൻ അവളെ അയച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞത് കേട്ട് ചെവി കൊട്ടിയടക്കപ്പെട്ടതുപോലെ തോന്നി കണ്ണന്. എന്താ പറഞ്ഞേ? കണ്ണൻ അയാളുടെ കോളിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവിടെ ഞാൻ കൊന്നെന്ന്. കണ്ണൻ്റെ കയ്യിൽ പിടിച്ച ലാഘവത്തോടെ അയാൾ പറഞ്ഞതും കണ്ണൻ മുട്ടുകാൽ കൊണ്ട് അയാളുടെ അടിവയറ്റിൽ ചവിട്ടിയതും ഒരുമിച്ചാണ്. നിലവിളിയോടെ അയാൾ കുനിഞ്ഞുപോയി. ഡാ, അത് പറഞ്ഞ് രഞ്ജിത്ത് കണ്ണന് നേരെ വന്നതും തരുൺ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് നേരെ പിന്നിലേക്ക് കൊണ്ടുപോയി ഭിത്തിയിലേക്ക് ആഞ്ഞടിപ്പിച്ചു. ഗോപാൽ വീണ്ടും എഴുന്നേറ്റ് വന്നതും കണ്ണൻ അയാളുടെ വലത് കൈ പിടിച്ച് പിന്നിലേക്ക് തിരിച്ചു. വേദന കൊണ്ടുള്ള അയാളുടെ കരച്ചിൽ ഒരു ഹരമായി തോന്നി കണ്ണന്. അയാളുടെ പുറത്ത് ചവിട്ട് താഴെയിട്ടുകൊണ്ട് അയാളുടെ നെഞ്ചിൽ വീണ്ടും വീണ്ടും ഊക്കോടെ കണ്ണൻ ചവിട്ടി. തല ഭിത്തിയിൽ ഇടിപ്പിച്ചുകൊണ്ട് കുറച്ചു നേരത്തേക്ക് കിറുങ്ങി നിന്ന രഞ്ജിത്ത് ഒന്ന് നേരെ ആയപ്പോഴേക്കും ആദ്യ തൻ്റെ കയ്യിലെ ഇടിവള നേരെ ഇട്ടുകൊണ്ട് അവൻ്റെ മൂക്കിലേക്ക് നിർത്താതെ പഞ്ച് ചെയ്തതും അവൻ്റെ മൂക്കിൻ്റെ പാലം പൊട്ടി രക്തം വന്നുകൊണ്ടേയിരുന്നു. രഞ്ജിത്തിന് രാഹുലിനും ആദിക്കും വിട്ടുകൊടുത്തുകൊണ്ട് തരുൺ അകത്തേക്ക് നടന്നു. അച്ചു എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ.
അവൻ താഴെയുള്ള ഓരോ മുറിയും കയറി നോക്കിയെങ്കിലും അവളെ കണ്ടില്ല. അവൻ ഭീതിയോടെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. അടച്ചിട്ടിരിക്കുന്ന ഒരു മുറി കണ്ട് തരുൺ അവിടേക്ക് ചെന്ന് അത് തുറക്കാൻ നോക്കി. പുറത്തുനിന്നും ലോക്ക്ഡായിരുന്നു അത്. എന്നിട്ടും അവൻ അത് തുറക്കാൻ ശ്രമിച്ചു. അല്പനേരത്തിൻ്റെ കഷ്ടപ്പാടിനു ശേഷം അവൻ വാതിൽ എങ്ങനെയോ തള്ളി തുറന്നു. അകത്താകെ ഇരുട്ടാണ്. അച്ചുവിൻ്റെ ഏങ്ങലുകൾ അവൻ്റെ കാതിലെത്തി. അവൻ തപ്പിപ്പിടിച്ച് ലൈറ്റ് ഓണാക്കിയപ്പോൾ കാണുന്നത് ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടിയിരിക്കുന്ന അച്ചുവിനെയാണ്. അച്ചു, അവൻ വിളിച്ചതും അവൾ ഞെട്ടലോടെ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി. തരുണാണെന്ന് കണ്ടതും അവളുടെ മുഖത്തൊരാശ്വാസമുണ്ടായി. കരഞ്ഞു വീങ്ങിയിരിക്കുന്ന അവളുടെ മുഖം കണ്ടതും തരുണിൻ്റെ മിഴികൾ നിറഞ്ഞു. ഓടി അച്ചുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്ക് അവൾ അവനെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നെഞ്ചിലേക്ക് വീണു. ഡോക്ടറെ. അച്ചു, ഒന്നുമില്ലടാ, ഒന്നും പറ്റിയില്ലല്ലോ നിനക്ക്. അവളെ നെഞ്ചിൽ നിന്നും അടർത്തി മുടി ഒതുക്കി കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല. ഏട്ടൻ? കണ്ണൻ താഴെയുണ്ട്, പേടിക്കണ്ടടോ, വീട്ടിൽ പോകാൻ നമുക്ക്. അതും പറഞ്ഞ് തരുൺ അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. അവൻ അവളെ പയ്യെ എഴുന്നേൽപ്പിച്ച് താഴേക്ക് നടത്തി. താഴെ ചെന്നപ്പോൾ കാണുന്നത് ബോധം മറഞ്ഞു കിടക്കുന്ന ഗോപാലിനെയാണ്. കണ്ണൻ കലി മുഴുവനും അയാളുടെ ദേഹത്ത് തീർത്തിട്ടുണ്ടെന്ന് ഉറപ്പ്. രഞ്ജിത്ത് ബോധം മറയാറായി കിടക്കുന്നുണ്ട്. ദേഹത്താകമാനം രക്തമാണ്. മതി, കൊല്ലാൻ പാടില്ല രണ്ടിനെയും. പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം അച്ഛനും മോനും. ഇനി ഒരാളെ പോലും ദ്രോഹിക്കാനാവാത്ത വിധം പൂട്ടണം. അതാണ് വേണ്ടത്. ആദ്യം അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് പുറത്തു നിൽക്കുന്ന പോലീസിനോട് അകത്തേക്ക് വരാൻ പറഞ്ഞു.